ജന്മാദ്യസ്യേതോന്യാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാർത്ഥേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേ സൂര്യ തേജോപാരിമൃതാം യഥാ വിനിമയോ എത്ര തിസർഗോമുഷാദാന്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധം 14-ാം അധ്യായം നമ്മൾ തുടങ്ങി വെച്ചു. പക്ഷേ 13-ാമത്തെ അധ്യായത്തിൻ്റെ പാരായണം സംഗതിവശാൽ വിട്ടുപോയി. നമുക്ക് ആ പാരായണം ഒന്ന് നോക്കാം. അത് ത്രയോദശോധ്യായ. ശ്രീശുക ഉവാച നിശമ്യ വാചം വദതോ മുനേ പുണ്യതമാം നൃപ ഭൂയപ്പപ്രച്ഛകൗരവ്യോ വാസുദേവ കഥാധൃത പിതരൗവാച സ്വവേ സ്വയംഭുവ സമ്രാൾ പ്രിയപുത്രസ്വയംഭുവ പ്രതിലഭ്യ പ്രിയാം പത്നിം കിഞ്ചകാര തതോ മുനേ ചരിതന്തസ്യ രാജശ്ചയരാതിരാജസ്യ സത്തമ ബ്രൂഹിമേ ശബ്ദദാനായ വിശ്വക്സേനാശ്രയോക്യസോ ശുദ്ധസ്യ പുംസാം സുധിരശ്രമസ്യാനന്നഞ്ചസാ സൂര്യവിരീഡിതോർത്ത എത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദേഷ്വേഷാം. ശ്രീശുക ഉവാച ഇതി ബ്രുവാണം വിതുരം വിനീതം തകർത്തചീഷ്ണച്ചരണോപധാനം പ്രകൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യജട്ടാ. മൈത്രേയ ഉവാച യഥാ സ്വഭാര്യ സാഗഞ്ജാതസ്വായംഭോ മനു പ്രാഞ്ജലിപ്രണതച്ഛേദം വേദഗർഭമഭാഷത. സ്വയംഭോ മനു ബ്രഹ്മാവിനോട് പറഞ്ഞു, എങ്ങനെ ഇരുന്നിട്ടാണ് സൃഷ്ടിക്കുക, ഭൂമി തന്നെ കാണാനില്ലല്ലോ. വേദഗർഭം ബ്രഹ്മാവിനോട് ഇപ്രകാരം പറഞ്ഞു, ത്വമേക സർവഭൂതാനാം ജന്മകൃത്വൃത്തിതപ്പിത അഥാപിന പ്രജാനാം തേ ശുശ്രൂഷ കേനവാബൽ. എന്ത് ശുശ്രൂഷയാണ് പുത്രനായിരിക്കുന്ന ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടത്? ബ്രഹ്മാവ് അച്ഛനാണ്, സ്വയംഭുവന് പുത്രനാണല്ലോ. തദ്വിദേകി നമസ്തുഭ്യം കർമ്മസ്വീഡ്യ ആത്മശക്തിഷോ യത്കൃത്വേഹ യശോ അഭിഷക്കമുത്തജ ഭവേത് ഗതി. അമുത്ര ഭവേത് ഗതി. ഇവിടെയും ബാക്കി ലോകത്തും പരലോകത്തും ഗതി കിട്ടാൻ അച്ഛനെ അനുസരിക്കുകയാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടത്? ബ്രഹ്മോവാച പ്രീതത്വമഹന്താതസ്വത്തിത്താതാം ക്ഷിതീശ്വരായ നിർവ്യളീകേന ഹൃദാ ശാദിമേത്യാത്മനാർപ്പിതം ഏതാവത്യാത്മജവീരാഖ്യാര്യാം അപചിതിർഗുരോ ശക്യാ പ്രമത്തേർ ഗൃഹ്യേതസാദരംഗല മത്സരീ. മത്സരങ്ങളൊക്കെ വെടിഞ്ഞ് പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. കായം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. അപ്പോൾ ഈ ശരീരത്തിന് കൂടുതൽ പ്രജകളെ വർദ്ധിപ്പിക്കണം. ഉത്പാദ്യശ്വാസധർമ്മേണ ഗാം യജ്ഞേ പുരുഷം യജ പരം ശുശ്രൂഷണം മക്യം പ്രജാ രക്ഷയാഭഗവാം തേ പ്രജാപത്ത് ഋഷികേശോന് തുഷ്യതി. അപ്പം നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും സന്തോഷിച്ചുകൊള്ളും. ഏഷാന്ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദന തേഷാം ശ്രമോക്യപാർത്ഥായ യഥാത്മാനാഥ സ്വയം മനുരുവാച. പക്ഷേ ഭൂമി തന്നെ കാണാനില്ല. അപ്പോൾ എവിടെ ഇരുന്നാണ് ഞങ്ങൾ സൃഷ്ടി നടത്തുക? ആദേശേഹം ഭഗവതോ വർത്തേയാമീ വസൂദന സ്ഥാനം തിഹാനുജാനീഹി. പ്രജാനം സ്ഥാനം വേണ്ടേ? സൃഷ്ടിക്കണമെങ്കിൽ സ്ഥാനം വേണ്ടേ? യഥോക സർവഭൂതാനം മഹീമക്ത മഹാംബസി. മഹാപ്ളയജലത്തിൽ ഭൂമി താണുപോയിരിക്കുന്നു. അസ്യ ഉദ്ധരണേ യത്നോ ദേവദേവ്യ വിധിയതാം. ധരിക്കാനുള്ള യത്നത്തെ ചെയ്താലും. മൈത്രേയ ഉവാച പരമേട്ടി തപാമത്തെ തഥാ തന്നാമവേക്ഷകാംഗതമേനാം സമുന്വേഷ ഇതി ദദ്യോതിയാചിരം സൃജതോ മേ ക്ഷിതോർവാർപ്പി പ്ലാവ്യമാനാരസാംഗത. രസാതലം. രസാതലത്തിലേക്ക് എത്തിയിരിക്കണമല്ലോ ഭൂമി. അഥാത്ര കിമനുഷ്ഠേയം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കിമനുഷ്ഠേയം അസ്മാഭി സ്വർഗയോജിതേ യസ്യാഹം വിദയാദാസം സൈഷോ വിദധാധുമേ. വലിയ പ്രശ്നമാണ്, ചെറിയ പ്രശ്നമല്ല. അതുകൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഈശൻ ഇതിന് വഴി കാണിച്ചു തരണമേ. ഇത് പ്രശ്നത്തിന് ഈശ്വരൻ വിചാരിച്ചാൽ എന്നെ നടക്കുള്ളൂ. നമ്മുടെ കഴിവൊക്കെ വെറും ഭ്രമാണ്, നടക്കാൻ പോണില്ല. ഇത്യഭിത്യൻ വരാഹാവതാരാണ്. ഇത്യഭിത്യായതോ നാസാ വിവരാൽ നാസികാദ്വാരം. നാസികാദ്വാരത്തിൽ നിന്ന് സഹസാനഖ വരാഹതോകോ നിരകാത് അങ്കുഷ്ടപരിമാണക. പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് അവതരിച്ച് ചാടി. തഥാപി തസ്യാപി പശ്ചതസ്വത്തക്ഷണേന കില ഭാരത
ഗജമാത്ര പ്രവൃദ്ധേ തദത്ഭുതമകുന്മകൾ ആനയായി വലിപ്പം. മരീചി പ്രമുഖർ വിപ്രേഹി കുമാരരുമന്നാതക എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. ദിട്ടാതൽ സൗകരൻ രൂപം തർക്കയാമാസ ചിത്രത. കിമേതത് സൗകരവ്യാജം സത്വം ദിവ്യമവർത്തിതം സൗകരവ്യാജം. ഇത് ശരിക്കുള്ള പന്നിയൊന്നുമല്ല. ഇത്രയും വലിപ്പം ഉണ്ടാവും ശരിക്കുള്ള പന്നി ആനയുടെ വലിപ്പത്തിൽ? ഇതുവരെ കേട്ടിട്ടുമില്ല, ഇനി കേൾക്കാനും പോകണില്ല. അപ്പം ഇത് വ്യാജമാണ്, ഏതോ ഒരു അദൃശ്യശക്തി തന്നെ. കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യം അവസ്ഥിത. ആരാണ് ഇപ്പം ഇത്? അഹോബദ ആശ്ചര്യമിതം നാസായാമേ വിനിർത്തിതം. മൂക്കുന്ന് പെരുവിരലിൻ്റെ വലിപ്പത്തിൽ ചാടിയിട്ടേ ക്ഷണനേരം കൊണ്ട് ആനയുടെ വലിപ്പമായി. തീർച്ചയായിട്ടും ഇത് ഈശ്വരൻ തന്നെയാണ്. ദൃഷ്ടോം കുട്ടശിരോമാർത്തക്ഷണാൽ ഗണ്ഡശിലാസമ അഭിസ്ഥിത് ഭഗവാനേ ഷയജ്ഞോ മേ ഖേദയന്മന. ഇത് മീമാം തദത്തസ്യ ബ്രഹ്മണസ്തകതൂനുഭി. ബ്രഹ്മാവും പുത്രന്മാരും ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കെ ഭഗവാൻ വളർന്നു. ഭഗവാൻ യജ്ഞപുരുഷോ ജഗർജാഗേന്ദ്രസന്നിഭ. പർവ്വതാകാരനായി ബ്രഹ്മാണം മക്ഷയാമാതാകരിം താൻ ചദ്ദിജോത്തമാൻ തകർജിതേന കകുഭ. പ്രതിസ്വതനയാ വിഭൂ ഗർഗരം. ഗർഗരത്തോടു കൂടിയിട്ട് പത്നി മുക്രയിടുന്ന പോലെ മുക്രയിട്ട് ശബ്ദമുണ്ടാക്കി. നിശമ്യത്തെ ഖർക്കരിതം സ്വഖേതക്ഷൈഷ്ണുമായാമയ സൂകരസ്യ ജനസ്തപസത്യനിവാസിനസ്തേ ത്രിവിപ്പവിത്രവനയോ ഗണാത്മാവേദങ്ങളെ കൊണ്ട് സ്തുതിച്ചു. തേഷാം സദാം വേദവിധാനമൂർത്തിമാവതാരാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിവിധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. ജലത്തിലേക്ക് പ്രവേശിച്ചു. കുക്ഷിത്തവാലക്കചരക്കടോരസ്തടാവിതുന്നൻ കരരോമചത്ത കുരാകഥാപ്രസിരതം ട്രൈക്ഷ ജ്യോതിർബാസേ ഭഗവാൻ മഹീന്ദ്ര. വാലുകളൊക്കെ ചലിപ്പിച്ചുകൊണ്ട് പ്രശോഭിച്ചു. ക്രോണേന പൃഥ്വ്യാപതിബിംബിചിക്രൻ ക്രോഡാപതേശ്വസേമരംഗ കരാളദം ട്രോപി അകരാളദൃഭ്യാം മുദ്ദീക്ഷ വിപ്രാൻ ഗൃണതോ വിശർക്കാം സവജ്ജകൂടാംഗ നിപാതവേഗ വിശീർണ കുക്ഷീസ്തനയന്നുധന്വാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജേർ ഇവാർത്തശുക്രോശയജ്ഞേശ്വര പാഹിമേതി. സമുദ്രമൊക്കെ ഇളക്കി മറിഞ്ഞു. അല്ലയോ യജ്ഞേശ്വര, എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു സമുദ്രം. സമുദ്രം തന്നെ ഇല്ലാണ്ടേവോ, ആക്രമിക്കപ്പെടുമോ എന്നൊക്കെ സമുദ്രം ഭയന്നു. കുരേക്ഷുരപ്ടർ അതയൻ തഥാപ. കുളമ്പുകളെ കൊണ്ട് ആ വെള്ളത്തിലേക്ക് നടന്നു. അതയൻ തഥാപ പാരപാരം ത്രിവരോ രസായ അന്തദശകാം തത്ര സുഷുസ്വരഗ്രേയാൻ ജീവധാനിയും സ്വയമഭ്യദത്ത. ജീവജാലങ്ങളെല്ലാം അധിവസിക്കുന്ന ഭൂമിയെ ഭഗവാൻ തൻ്റെ ദൃഷ്ടി കൊണ്ട് കണ്ടു. ആഹാ, ഇവിടെയാണല്ലേ ദുഷ്ട നീ എൻ്റെ ഭൂമിയെ മറച്ചു വെച്ചിരിക്കുന്നത്, നടക്കില്ല നിൻ്റെ ഉദ്ദേശമെന്നും പറഞ്ഞ് സദണ്ടയോ നൃത്യമഹിം നിമഗ്ന. വളരെ വേഗം, താമസമൊന്നും ഉണ്ടായില്ല. ആ ദംഷ്ട്ര കൊണ്ട് അധിക പ്രസംഗി ഇതിനെ എടുത്തു വയ്ക്കാൻ മാത്രം നീ ആയിട്ടില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ പൊന്തിക്കൽ. തൻ്റെ ദംഷ്ട്ര കൊണ്ട് അനായാസേനൊരു പന്തൊക്കെ പൊന്തിക്കണ പോലെ. തദണ്ടയോ നൃത്യമഹിന്യമഗ്നാംസ ഉത്തിതത്തൻ്റെ രസായ. രസാതലത്തിൽ നിന്ന് ഈസിയായിട്ട്, വളരെ പ്രയാസമില്ലാണ്ട്. തത്രാപി ദൈത്യംഗതയാപതന്തൻ സുനാഭസന്ധി. ഇവിടെ തീവ്രം സുനാഭൻ ചക്രം, സുദർശന ചക്രം കണ്ടപ്പോൾ ആ അസുരനെ ദേഷ്യം വന്നു. എന്നെ കൊല്ലാനാണോ നീ വന്നിരിക്കുന്നത്? എന്നാൽ അപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ അവിടെ യുദ്ധം ഉണ്ടായി. ജഘാന രുന്ധാനം അസഹ്യ വിക്രമം, ഗംഭീര യുദ്ധം. സലീലയേ ഭമൃഗരാടിവ അമ്പതീർത്ത രക്തപങ്കങ്കിത ഗണ്ഡതുണ്ടോ യഥാഗജേന്ദ്രോ ജഗതിം ബിബിന്ദൻ തമാലനീലം സിരദന്ത കോട്യാക്ഷ്മാമുഷ്പിബന്ധം ഗജലീലയാംഗ പ്രജ്ഞായ ബദ്ധാഞ്ജലിയോനുവാകേർ വിരിഞ്ചി മുഖ്യാവുപതത്തുരീശം. ആ ചോരയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്താ ഹിരണ്യാക്ഷനായിട്ട് യുദ്ധം ഉണ്ടായി എന്നൊക്കെയാണല്ലോ. ഹിരണ്യാക്ഷനെ തോൽപ്പിച്ച് ഋഷിമാരെല്ലാം ഭഗവാനെ സ്തുതിക്കുകയാണ് യജ്ഞസ്വരൂപനായിട്ട്. ഋഷയ പൂജോ ജിതം തേജിത യജ്ഞഭാവനാത്രയും തനും സ്വാം പരിതുന്നതേ നമ. യദ്രോമകർത്തേഷു നിന്നില്ലുരത്വരാ തസ്മേ നമ കാരണസൂകരായതേ. ഏതൊരു രോമങ്ങളാണ് യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ശോഭിക്കുന്നത്? ഇത് വേറൊരു പന്നിയൊന്നുമല്ല, സാക്ഷാത് സർവേശ്വരനാണ്. ആ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് കാരണസൂകരായ തേ നമ, അങ്ങേക്ക് നമസ്കാരം ചെയ്തു. രൂപൻ തവേതത്ന ദുഷ്കൃതാത്മന. ദുഷ്ടാത്മാക്കൾക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് കാണാൻ സാധിച്ചത് ഞങ്ങളുടെ സുഹൃതം കൊണ്ടാണ്. രൂപൻ തവേതത്നു ദുഷ്കൃതാത്മനാം ദുർദർശനം ദേവ ഏതധ്വരാത്മകം ചിന്താംസി യസ്തത്വജിബർഹിരോമ സ്വജന്ത ചിത്തങ്കിഷ ചാതുർഹോത്രം. 4 കാലുകൾ ചാതുർഹോത്രമാണ്. കണ്ണുകൾ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന നെയ്യാണ്. രോമങ്ങളാണ് ചന്താംസി. ത്വജി ത്വക്കൊക്കെ വേദാംശങ്ങളാണ്. സ്രക്തുണ്ട ശ്രീ ത്രിവൈഷന ശ്രീയോരിഡോദരേ ചമസാ കണ്ണരന്തരെ ഓരോ പാത്രങ്ങൾ.
വയറ് എന്ന് പറഞ്ഞാൽ യജ്ഞത്തിലത്തെ സംഭാരങ്ങൾ വെക്കാനുള്ള പാത്രങ്ങളാണ്. ഓരോന്നായിട്ട് അവർ യജ്ഞസ്വരൂപമായിട്ട് അവയവങ്ങളെ വേറെ എടുത്തെടുത്തെടുത്ത് തിന്നുന്നത് അതാണെന്നും പറഞ്ഞ് സ്തുതിച്ചു. പ്രാശിത്രം എന്ന് പറയുന്നതാണ് അങ്ങയുടെ മുഖം. പ്രാശിത്രം ആസിയെ മുഖം. ഗ്രസനെ ഗ്രഹാത്തുതേ ചർവണം തേ ഭഗവൻ അഗ്നിഹോത്രം, അങ്ങയുടെ ചവയ്ക്കലാവട്ടെ അഗ്നിഹോത്രം എന്ന കർമ്മമാകുന്നു. ദീക്ഷാനുജന്മോപസത ശിരോധരം ത്വം പ്രായണീയോ ദയനീയതട്ട പ്രായണീയ ദയനീയ 2 യജ്ഞത്തിലത്തെ കർമ്മങ്ങളാണ് അങ്ങയുടെ ദംഷ്ട്രകൾ. പ്രധാനപ്പെട്ട സവന കർമ്മങ്ങളാണ് ഈ പ്രായണീയ ഉദയനീയ. ജിഹ്വ പ്രവർഗ്യമാണ്. ജിഹ്വ പ്രവർഗ്യസ്തവ ശീർഷകം കൃതോ സപ്യാവസത്യം ക്ഷിതയോസോഹിതേ സോമത്തുരേ തസ്സമനന്യവസ്ഥിതി സംസ്ഥാപി ഭേദ തവ ദേവതാതവാ സത്രാണി സർവാണി ശരീരസന്ധിത്വം സർവയജ്ഞകൃതുരിഷ്ടിബന്ധന. എല്ലാ യജ്ഞസ്വരൂപ ഇഷ്ടി മുതലായിട്ടുള്ളതുമാണ് അല്ലേ സർവേശ്വര. അവിടുന്ന് എനിക്ക് നമസ്കാരം. നമോ നമസ്തേ അഖില മന്ത്രദേവത ദ്രവ്യായ സർവകൃതവേ ക്രിയാത്മനെ വൈരാഗ്യഭക്ത്യാത്മജയാനുഭാവിത ജ്ഞാനായ വിദ്യാ ഗുരവേ നമോ നമ. ജ്ഞാനസ്വരൂപത്തിന് നമസ്കാരം, വിദ്യാസ്വരൂപത്തിന് നമസ്കാരം. ദംഷ്ടാഗ്രകൂട്ട്യാ ഭഗവൻ സ്വയാ ധൃത വിരാജത്തെ ഭൂധര ഭൂസഭൂധര. ഭൂധര ഭൂമിയെ ധരിച്ചവനേന് സംബോധന. ഭൂമിയെ ധരിച്ചതായിട്ടുള്ള ഭൂധരൻ. ഭൂധര സഭൂധര പർവ്വതം. 3 ഭൂധരത്തിൻ്റെ അർത്ഥം 3 എണ്ണമാണ്. ഭൂധര എന്ന് ഭഗവാനെ ഭൂമിയെ ധരിച്ചവന് സംബോധനയാണ്. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ധരിച്ച ഭൂധര. ഭൂമിയെ ധരിച്ച ഭൂധര എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാലും അല്ലേ. എങ്ങനത്തെ ഭൂമി? സഭൂധര ഭൂ, പർവ്വതങ്ങളോട് കൂടിയ ഭൂ. സഭൂധര ഭൂഭൂധര, പർവ്വതങ്ങളോട് കൂടിയ ഭൂമിയെ ധരിച്ച ഭൂധര. ശ്രീധരൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഭൂധരൻ എന്നാരും പേരിട്ട് കണ്ടിട്ടില്ലേ? വീട്ട് തെറ്റൊന്നുമില്ല. ഭൂധരൻ ചില ആൾക്ക് അങ്ങനെ കൊട്ട പേര് ഭൂധരൻ, ആരുടാത്ത പേര് വേണച്ചാലേ. ശ്രീധരൻ ശിയെ ധരിച്ചവൻ, ഭൂധരൻ ഭൂമിയെ ധരിച്ചവൻ. 2 പേരർത്ഥ. വിരാജ 2 പത്നിമാരാണ്. ഭൂധര ഭൂസഭൂധര. സഭൂധര ഭൂമിയെ ധരിച്ചവൻ ഭൂധരൻ. ത്രൈമയൻ രൂപമിതം ശശോകരം ഭൂമണ്ഡലേനാദദാതേന തേജകാത്തിശിങ്കോടകനേന ഭൂസ കുലാശലേന്ദ്രസേദേവ ഭ്രമാ. മേഘങ്ങൾ പർവ്വതങ്ങളോട് മുട്ടി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇനി അതിനെ യഥാർത്ഥ സ്ഥാനത്ത് സ്ഥാപിക്കണേ ഭഗവാനെ, എന്നാലേ സൃഷ്ടി നടക്കൂ. സംസ്ഥാപയേനാം ജഗതാം സതത്തുഷാൻ ലോകായ പത്നീമസി മാതരം പിതാ പിതേമജാസ്തേ നമസാതകത്തയാസ്യാന്തതേജോഗ്നീം ഇവാരണാവതാഹ. ആർക്ക ഇതൊക്കെ ചെയ്യാൻ പറ്റുക? ഈ ഭൂമിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ കശ്ചതീത അന്യതമസ്തവ പ്രഭു, അങ്ങേ കൂടാതെ അന്യനെ ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. രസാംഗതായ ഭൂതിവർഹണം സവിസ്മയോ സോദയ വിശ്വവിസ്മയേ യോ മായേതം സുസൃജ അതിവിസ്മയം വിദുന്നതാം വേദമയം നിജംബുജ്ജനസ്തപസ്സത്യനിവാസിനോ വയം സടാശിഗോദൂത ശിവാംബുബിന്ദുവർ. ഭഗവാനോട് കുടഞ്ഞപ്പോൾ ആ പുണ്യാഹം എല്ലാവരുടെ ജനസ്തപസത്യ ലോകങ്ങളിലുള്ളവരുടെ മേൽ തളിച്ചു. അവരുടെ പാപമൊക്കെ അതോടുകൂടി പോയി. സടാശിഗോത്തൂത ശിവാംബു പുണ്യജലം. അമ്പു പറഞ്ഞാൽ വെള്ളം, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. അപ്പോൾ പുണ്യജലം പുണ്യാഹം അവരുടെ മേലൊക്കെ തളിച്ചപ്പോൾ അവർക്കൊക്കെ പാപം നീങ്ങി. വിമൃജ്യമാന വൃഷമീശപാവിത സവൈബത പൃഷ്ടമതി തവൈഷത്തെ കർമ്മണാം പാരപപാരകർമ്മണ യദ്യോഗമായ ഗുണയോഗമോഹിതം വിശ്വം സമത്വം ഭഗവൻ വിദേഹിഷം. എല്ലാവർക്കും സർവേശ്വര ശാന്തി സമാധാനത്തെ നൽകണമേ. മൈത്രേയ ഉവാച ഇത്തബത്തീയമാനത്തരുവിന് ബ്രഹ്മവാദിവീതരളേത കുരക്രാന്ത ഉപാദത്താവിതാവനീം സഹിത്തം ഭഗവാൻ ഉർവി ഭൂമി സഹിത്തം ഭഗവാൻ ഉർവിം വിശ്വക്സേന പ്രജാപതി രസായ ലീലയോ നീതാം അപ്സുന്യസ്യോ ഹരി ഏവമേതാം മരിമേതോ ഹരേ കഥാം തു ഭദ്രാങ്കദനീയമായിന. ഇങ്ങനത്തെ കഥകളൊക്കെ കേട്ടവർക്ക് സർവ്വമംഗളം ഉണ്ടാവും എന്ന് പറയാൻ എല്ലാ പിന്നാലെയും മംഗളം ഉണ്ടാവേ. ശുണ്ണീത ഭക്ത്യാ ശവേത ഓഷധീം ജനാർദ്ദനോസ്യാശുഹൃതി പ്രതീരതി. ഈ കഥകൾ കേൾക്കുന്നവനൊക്കെ നേരെ ഭഗവാൻ പ്രസാദിക്കുന്നു. തസ്മിൻ പ്രസന്നേ സകലാശിശാം പ്രഭോ കിന്ദുർലബന്ധാവിരടൻ്റെ ഭഗവാൻ പ്രീതിപ്പെടുത്തിയ പിന്നെ എന്ത് വിഷമം ഒരാൾക്കുണ്ടാവുക? അവർക്ക് വേണ്ടതൊക്കെ തന്നെ അങ്ങനെ വന്നു ചേരും. അന്വേഷിച്ച് പോവും കൂടി വേണ്ട എന്നാണ്. പക്ഷെ ആ ദൈവാധീനം ഉണ്ടാക്കാനാണ് പ്രയാസം. സാധാരണക്കാർക്ക് എളുപ്പമല്ല. അനന്യദൃഷ്ടിയ ഭജതാങ്കുഹാശയ സ്വയം വിദത്തേതുഗതിം പരപ്പരാം കോ നാമലോകേ പുരുഷാർത്ഥസാരവിൽ
പുരാകഥാനാം ഭഗവത് കഥാസുതാം മാപീയ കർണാഞ്ജലിഭിർഭവാപകാം അഹോ വിരജ്യേത വിനാ നരേതരം. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹം സംവിധായാം തൃതീയസ്കന്ധേ വരാഹപ്രാദുർഭാവവർണ്ണനേ ത്രയോദശോധ്യായാം. ഇവിടെ പറയുകയാണ് ഏതൊരാൾക്കാണ് ബുദ്ധിയുള്ളവർക്ക് കേട്ടോ ഈശ്വരകഥ കേൾക്കണ്ടെന്നുണ്ടാവുക. പുരാകഥാനാം ഭഗവത് കഥാസുതാം, ഭഗവത് കഥയാകുന്ന അമൃത് ഏതൊരാൾക്ക്, പുരുഷാർത്ഥങ്ങളെ അറിയുന്ന ഏതൊരാൾ കേൾക്കാതിരിക്കും? അറിയാത്തവരിതൊന്നും കേൾക്കണ്ടെന്ന് വിചാരിക്കും. അറിയുന്നവരാരും തന്നെ ഇത് വിടില്ല എന്ന് പറയണം. ഒരിക്കലും കേട്ട് ശീലിച്ചാൽ പിന്നെ വിടില്ല. അത്ര കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഈശ്വരനിലേക്കാണ് എത്തുകയാണ്, ആ ഒരു അനുഭവം ഉണ്ടാവും. വേറെ കഥ കേൾക്കുന്നതും ഈശ്വരകഥ കേൾക്കുന്നതും നമ്മളൊരു വ്യത്യാസമുണ്ട്. എന്താ, വെറുതെ നേരം കളയാൻ വേണ്ടിയിട്ടല്ല അല്ലേ, ആ മനസ്സ് ഭഗവാനിലാണ് എത്തുകയാണ്. അപ്പോൾ ഭഗവാൻ നമ്മുടെ ആവണു, നമ്മൾ ഭഗവാന്റെ ആവണു. അതിൽ മീതഞ്ഞിപ്പോൾ എന്താ ഒരാൾക്ക് വേണ്ടത്? ആപീയ കർണാഞ്ജലിഭിർ ഭവാപഹ, സംസാര ഭയം തന്നെ ഇല്ലാണ്ടാവും അവർക്ക്. അഹോ വിരജ്യേത വിനാ നരേതരം. മനുഷ്യന്മാരായ ഇത് കേൾക്കാതിരിക്കുമോ അല്ലേ? ഇപ്പം മനുഷ്യന്മാരല്ലെങ്കിൽ മാത്രമാണ് ഇതിനോട് വേണ്ട എന്നുള്ള തോന്നലുണ്ടാവും. മനുഷ്യത്വം, മനുഷ്യനായതുകൊണ്ട്, ആകാരമായതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് വേണം. ആ മനുഷ്യത്വം ഉള്ളവർക്കൊക്കെ ഇത് കേൾക്കണം എന്നുണ്ടാവും എന്നർത്ഥം.